12-ാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് മഹാ ബോറായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കാനില്ലാത്തത് കൊണ്ടോ എന്താണെന്നറിയില്ല, അവരുടെ ഇതുവരെയുള്ള ജേണിയുടെ ഗ്രാഫ് വരയ്ക്കാനാണ് ബിഗ് ബോസ് അവർക്ക് അവിടെ കൊടുത്തിരുന്ന ടാസ്ക്. എല്ലാവരും അവിടെ ഒരു ഗ്രാഫൊക്കെ വരച്ചു കൊണ്ടുവന്നിരുന്നു. ഗ്രാഫ് അവിടെ വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരുത്തരും. എല്ലാവരും അവിടെ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ ഇങ്ങനെ വന്നു, അങ്ങനെ വന്നു, പിന്നീട് എനിക്ക് വിഷമമുണ്ടായി, എനിക്ക് ഫ്രണ്ടിനെ കിട്ടി, പിന്നെ ഞാൻ ക്യാപ്റ്റൻസി ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റി, ടാസ്ക് ചെയ്യാൻ പറ്റി, പിന്നെ ലാലേട്ടൻ വന്ന് ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോ ആഴ്ചയിലുണ്ടായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനം ടിക്കറ്റ് ഫിനാലെ നന്നായി കളിച്ചു. എന്നിട്ട് ഗ്രാഫും മുകളിൽ നിൽക്കുന്നു. എല്ലാവരുടെയും ഗ്രാഫ് ഇത് തന്നെയായിരുന്നു, താഴേന്ന് മുകളിലോട്ട്. അതിൻ്റെ ഇടയിൽ ചില ആഴ്ചകൾ ഡൗൺ ആയി പോയി, അപ്പം ഞാൻ താഴേക്ക് വരച്ചു, പിന്നെ മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഗ്രാഫ് വരച്ചിരിക്കുന്നത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിൽ വ്യത്യസ്തമായിട്ട് പറഞ്ഞത് അവിടെ നമ്മുടെ സായി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു ശുദ്ധീകരണമാണ് നടന്നത് എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു സായിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ടിക്ക് മാർക്കായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നായിരുന്നു സായി അവിടെ പറഞ്ഞത്. സംഭവം ചിലർക്ക് കോമഡി ആയിട്ടും തോന്നാം, ചിലർക്ക് അത് സത്യസന്ധമായിട്ടും തോന്നാം. അത് ഒരു വഴിക്ക്. എനിക്ക് അതിൽ വ്യത്യസ്തമായിട്ട് അവിടെ സംസാരിച്ച ഒരു വ്യക്തിയായിട്ട് തോന്നിയത് അർജുനായിരുന്നു. അർജുൻ മൊത്തത്തിൽ അവിടെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ അവിടെ എന്തിനു വന്നു, എന്താണ് ആഗ്രഹം എന്നുള്ളത് വളരെ പക്വതയോടെ സംസാരിക്കുന്ന, മറ്റൊരു തരത്തിൽ സംസാരിക്കുന്ന അർജുൻ എനിക്ക് അവിടെ സാധിച്ചു കാണാനായിട്ട്. അവിടെ ഗ്രാഫിൽ തന്നെ എഴുതിയിരുന്ന ആ വേർഡ് പോലും വ്യത്യസ്തമായിരുന്നു. അർജുന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്, ഗ്രാഫിൽ എഴുതിയിരുന്നത് അർജുൻ ഇങ്ങനെയാണ്: ജേണി ടു ബിക്കം ഹൊക്കാഗെ. അതൊരു ജാപ്പനീസ് വേർഡാണെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ മീനിങ് ഒന്നും മനസ്സിലായില്ല. അവിടെ പറയുന്നുണ്ടായിരുന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്, അത് അതിൽ നിന്ന് കടമെടുത്ത് പറയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ അവിടെ തുടങ്ങിയത്. അതിനുശേഷം അവിടെ അർജുൻ പറഞ്ഞത്, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ ഇവിടെ ലാലേട്ടന്റെ മുന്നിൽ നിന്ന് വന്ന് അപ്പോൾ തന്നെ എനിക്ക് ക്യാപ്റ്റൻ ആവാനായിട്ട് സാധിച്ചു. അൺഫോർച്ചുനേറ്റ്ലി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ലാലേട്ടൻ അവിടെ തിരുത്തുന്നുണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് ഫോർച്ചുനേറ്റ്ലി എന്ന്. അതിനുശേഷം പിന്നീട് എനിക്ക് ഇവിടുത്തെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പലരിൽ നിന്നും ഞാൻ പലതും പഠിച്ചു, പലരും ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ ഞാൻ വിഷമിച്ചു, പലതും എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നത്, ഞാൻ എന്ന വ്യക്തി, അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും ഈ അർജുൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ആ വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, വ്യക്തിത്വം എങ്ങനെയാണ്, ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ ജനങ്ങൾ അറിയണം. അത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും എല്ലാവരും അറിയുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് അറിയുമെന്ന് ഇപ്പോഴേ എനിക്കറിയാം. അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെങ്ങനെ എന്നെ വളർത്തി, എങ്ങനെയാണ് ഇനി ജീവിക്കേണ്ടത്, ഇനി തുടർന്നുള്ള ജീവിതം, എൻ്റെ ജേണി ഇവിടെ അവസാനിക്കുന്നില്ല. ഈ 14 ആഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല എൻ്റെ ജേണി. ഈ 14 ആഴ്ച കഴിഞ്ഞിട്ടും മൈൽസ് ടു ഗോ എന്നാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നവിടെ പറയുന്നുണ്ടായിരുന്നു. ആ ഗ്രാഫിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും എനിക്ക് ജയിക്കുക അല്ലെങ്കിൽ തോൽക്കുക എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. 14 ആഴ്ചകൾ 100 ദിവസം ഇവിടെ പിടിച്ചു നിൽക്കണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അത് കാണുന്ന പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ, അല്ലാതെ ഞാനിവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ 14 ആഴ്ചകൾ വിജയകരമായി പൂർത്തിയാക്കി എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും എനിക്ക് ഒരു ഭാവിയിൽ എന്താവണം എന്നുള്ളത് തീരുമാനിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതെനിക്ക് ഇതിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് കുറേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഗ്രാഫിൽ ഇവിടെ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അത്രയും വീക്കായിട്ട് പോലും ഞാനിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് അത്രയും വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് എനിക്ക് തരുന്ന ആ പ്രചോദനം, അതെനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി തുടർന്നും മൈൽസ് ടു ഗോ ആണ് ഞാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അർജുൻ. ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് സംസാരിച്ച ഒരു അർജുനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.